യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്നോ സ്വീകരിച്ചപ്പോഴോ ഒരു സുവിശേഷകനായി മാറണമെന്നോ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ജോലിയും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആയോധനകളിൽ കളരിപ്പയറ്റ് പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നെക്കാളും 2, 4, 5 വയസ്സൊക്കെ ഉള്ള മുതിർന്നവരായി എൻ്റെ കൂട്ടുകാർ. ആകാത്ത ചെയ്തികൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനിടയായി. ഏകദേശം 29 വർഷമാകുന്നു ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് സഞ്ചാര സുവിശേഷകൻ നെയ്യാറ്റിൻകര സ്വദേശി ഷൈജു കുമാറിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. ഹൈന്ദവ പാരമ്പര്യ പശ്ചാത്തലത്തിൽ നിന്നും ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഷൈജുകുമാർ ഇന്ന് നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. ബാല്യകൗമാരങ്ങളിൽ കുടുംബത്തിലുള്ള മന്ത്രവാദങ്ങളിലും കുരുതികളിലും ഹൈന്ദവ പാരമ്പര്യ പശ്ചാത്തല വിശ്വാസങ്ങളിൽ നിന്നും മോക്ഷം ലഭിക്കാതെ മദ്യത്തിനും മറ്റ് ലഹരികൾക്കും അടിമയായി തീർത്തും ആക്രമണ സ്വഭാവത്തോടെ ജീവിതം തുടർന്ന ഷൈജുകുമാർ ഇന്ന് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ പേര് ഷാജുകുമാർ എന്നാണ്. തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട നെയ്യാറ്റിൻകര എന്ന സ്ഥലത്താണ് എൻ്റെ സ്വദേശം. ഒരിക്കലും ഈ ദൈവഭാഗത്തേക്ക് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്നോ സ്വീകരിച്ചപ്പോഴോ ഒരു സുവിശേഷകനായി മാറണമെന്നോ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എൻ്റെ ഒരു സാമാന്യം ഭേദപ്പെട്ട ഒരു വീട്ടിൽ ജനിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകി. എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ 9 പേരുണ്ട്. 8 പേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. ഏറ്റവും ഇളയ കൊച്ചച്ഛൻ ഡിഗ്രി കോട്ടിട്ട് വാങ്ങുന്ന കാലഘട്ടത്തിൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാൻ ആ കൊച്ചിന് സഹായിച്ചു. ആ കൊച്ചച്ഛന് മാത്രം, ഇളയച്ഛന് മാത്രം ജോലിയില്ലായിരുന്നു. മറ്റെല്ലാവരും സർക്കാർ സർവീസ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. എൻ്റെ അച്ഛന് സെയിൽ ടാക്സിലായിരുന്നു ജോലി. വളരെ ശാരീരികമായ അഭ്യാസം ജോലിയും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആയോധനകളിൽ കളരിപ്പയറ്റ് പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. കുഞ്ഞുപ്രായത്തിൽ തന്നെ ഞാൻ വളരെ അക്രമ സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥനായിരുന്നു. 1979 എൻ്റെ അച്ഛൻ ഈ ലോകം വിട്ട് കടന്നു പോകാനിടയാണ്. അന്ന് എൻ്റെ അച്ഛന് 48ഓളം വയസ്സുണ്ട്. എനിക്ക് അന്ന് ഏകദേശം ഒരു 12 വയസ്സുണ്ട്. ഞങ്ങൾ 7 മക്കൾ, അമ്മ അച്ഛൻ 7 മക്കളടങ്ങുന്ന കുടുംബമാണ്. ഇതിൽ രണ്ടാമനായിട്ട് ജനിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. അച്ഛൻ മരിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും ഇളയ അനുജന് 2.5 വയസ്സുണ്ട്. ജ്യേഷ്ഠൻ SSLC പാസ്സായി ധനുച്ചർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് അഡ്മിഷനായി. ക്ലാസ് തുടങ്ങിയില്ല. ആ സമയത്താണ് എൻ്റെ അച്ഛൻ ഈ ലോകം വിട്ട് കടന്നു പോകുന്നത്. അച്ഛൻ എൻ്റെ വീട്ടിൽ കളരിമൂർത്തി എന്ന് പറഞ്ഞൊരു ശക്തിയെ എൻ്റെ അച്ഛൻ സേവിക്കുമായിരുന്നു. ആ അച്ഛൻ്റെ ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി അച്ഛൻ ഇതേ ഒരു കോഴിയെ നേർന്ന് അതിനുവേണ്ടി വിടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞുപ്രായത്ത് അങ്ങനെ 1-ലധികം കോഴികളെ കുരുതി കൊടുക്കുന്ന ഒരു അനുഭവം ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട്. ഏത് കോഴിയെ നേർന്നു വിടുന്നുവോ ആ കോഴിയിൽ ഒരു അസാമാന്യ ശക്തി വ്യാപരിക്കുകയും അവസരം കിട്ടിയാൽ അത് മനുഷ്യനെ പറന്നു കൊത്തുകയും ചെയ്യും. ഞങ്ങളുടെ മുറ്റത്തിൻ്റെ പടിഞ്ഞാറ് സൈഡ് ഒരു പേരയുണ്ടായിരുന്നു. അതിൻ്റെ ചുവട്ടിൽ ഒരു ഓല കെട്ടി ഒരു മുടഞ്ഞൊരു രീതി വെച്ച് എന്തൊക്കെ മന്ത്രങ്ങൾ പറയിച്ച് ഈ കോഴിയെ കട്ട് ചെയ്ത് ചോര അവിടെ ഒഴിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ 12 വയസ്സിന് മുൻപ് ഇങ്ങനെ 1-ലധികം കോഴികളെ കുരുതി കൊടുക്കുന്ന ഒരു അനുഭവം അതെൻ്റെ ജീവിതത്തിൽ ഒരു ഈശ്വര വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകാനിടയാണ്.
കാരണം കാണുന്നതിനപ്പുറം ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്നും അത് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഹൈന്ദവ വിശ്വാസമായിരുന്നു എൻ്റെ വിശ്വാസം. കുട്ടിക്കാലത്ത് വളരെ അക്രമ സ്വഭാവമുള്ളതുകൊണ്ട് മറ്റ് പലരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഞാൻ ഇത്തിരി ഉപദ്രവം നേരിടാൻ ഇടയായിട്ടുണ്ട്. എന്നെ പിടിച്ച് കുഞ്ഞു പ്രായത്ത് പിടിച്ച് കെട്ടി മരത്തിൽ വെച്ചിട്ട് ചെവിയിൽ തുണി കയറ്റി വെച്ചിട്ട് ഉറുമ്പിനെ വിട്ട് കടിപ്പിക്കാനും ചൊറിയണം എന്ന് പറയുന്ന ചെടി പിഴുത് എന്നെ അടിച്ചു നോക്കിയിട്ടുണ്ട്. അടുപ്പത്ത് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീ കഷ്ണമെടുത്ത് എൻ്റെ ശരീരത്തിൽ കുത്തി പിടിച്ചു തന്നിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ സ്വഭാവത്തിന് ഒട്ടും മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല. ആ കുട്ടിക്കാലം കഴിഞ്ഞു. അച്ഛൻ, ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് 12 വയസ്സുള്ളപ്പോൾ നഷ്ടമായി. കുറച്ച് അമ്മയ്ക്ക് അച്ഛൻ്റെ ഉണ്ടായിരുന്ന ജോലി അമ്മയ്ക്ക് ലഭിക്കാനിടയായി. സാമാന്യം തരക്കേടില്ലാത്ത ചുറ്റുപാടുള്ളൊരു ഭവനമാണ് ഞങ്ങളുടെ ഭവനം. ഞാനങ്ങനെ മുതിർന്നു വന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെക്കാളും 2, 4, 5 വയസ്സൊക്കെ ഉള്ള മുതിർന്നവരായി. എൻ്റെ കൂട്ടുകാർ ആകാത്ത ചെയ്തികൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനിടയായി. അപ്പോൾ തന്നെ യൗവനകാലമായപ്പോൾ ശരീരം നന്നാക്കണമെന്നുള്ള ചിന്തയിൽ ജിമ്മിൽ പോയി എക്സർസൈസ് ചെയ്യാനിടയായി. 1985 തൊട്ട് ഏകദേശം 95 വരെയുള്ള പീരീഡുകളിൽ കരാട്ടെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇടയായി. ഇന്നെന്നെ കണ്ട അങ്ങനെ തോന്നത്തില്ല. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് 2005 ഒരു ദിവസം ജൂലൈയിൽ എൻ്റെ വീട്ടിനടുക്കൽ നിന്ന ഒരു പ്ലാവിൽ ഒരു ചക്കയിടാൻ തക്കവണ്ണം ഞാൻ കയറാനിടയായി. ഏകദേശം ഒരു 25 അടി പൊക്കത്തിൽ നിന്ന് ഞാൻ വന്ന് വീഴാനിടയായി. അതോടെ എൻ്റെ ശരീരത്തിൻ്റെ ഷേപ്പൊക്കെ മാറി. അങ്ങനെയാണ് എൻ്റെ ശരീരത്തിൻ്റെ അതോടുകൂടെ ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ ആയിത്തീരാനിടയായി. എന്നാൽ യൗവനകാലത്ത് കുറച്ചുകൂടെ പുഷ്ടിയും ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. ജീവിതം വളരെ വഴിവിട്ടുപോയി. ഈ സമയത്ത് എൻ്റെ അനുജൻ MBBS-ന് സെലക്ഷൻ കിട്ടി. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS-ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഒന്നിലധികം കേസുകളിൽ ഞാൻ പ്രതിയാകാനിടയായി. അങ്ങനെ കേസുകളിൽ പ്രതിയായി. വീട്ടിൽ ചിലപ്പോൾ കിടന്ന് ഉറങ്ങാൻ കഴിയത്തില്ല. ചില സ്ഥലത്തുകൂടെ യാത്ര ചെയ്യാൻ കഴിയത്തില്ല. കാരണം യാത്ര ചെയ്താൽ ഞാനോ എൻ്റെ കൂട്ടുകാരടക്കം ഉപദ്രവിച്ചിട്ടുള്ളവർ ആ സ്ഥലത്തെത്തുമ്പോൾ എന്നെ ഉപദ്രവിക്കും. അങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ചില സ്ഥലത്തുകൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. അങ്ങനെ എനിക്ക് ഒരു കേസ് ബാലരാമപുരം എന്ന സ്ഥലത്ത് വെച്ച് ചാർജ് ചെയ്ത കേസ് കാട്ടാക്കട കോടതിയിൽ വരാൻ ഇടയായി. അങ്ങനെ എൻ്റെ അമ്മയും എൻ്റെ നേരെ ജ്യേഷ്ഠനും കൂടെ ജാമ്യം എടുത്തു തരാൻ തക്കവണ്ണം ഇടയായി. ഞാൻ കാരണം എൻ്റെ അമ്മയും എൻ്റെ ജ്യേഷ്ഠനും ഒന്നിലധികം പ്രാവശ്യം കോടതികളിൽ വരേണ്ടി വന്നിട്ടുണ്ട്. ഈ കോടതി വരുന്ന സമയം എൻ്റെ നേരെ അനുജൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS-ന് പഠിക്കുകയാണ്. അന്ന് ഉച്ച വരെ എനിക്ക് ജാമ്യം ലഭിച്ചില്ല. ഉച്ചയായപ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിക്കാനിടയായി, ഞങ്ങളെ എന്തിന് ഇങ്ങനെ ഇല്ലാതാക്കുന്നു? നീ കുടിക്കുന്നെങ്കിൽ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വെച്ച് മദ്യപിക്കും. ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കണ്ടേ? ഞങ്ങളെ എന്തിനു ഉപദ്രവിക്കുന്നു എന്നുള്ള നിലവാരത്തിൽ അമ്മ എന്നോട് ചോദിക്കാനിടയായി. ആ വാക്കെൻ്റെ ഹൃദയത്തിൽ വന്ന് തറയ്ക്കാനിടയായി. കാട്ടാക്കട കോടതിയുടെ വെളിയിൽ ഒരു അമ്പലമാണ്. ആ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ആകാശത്തിലേക്ക് ഇങ്ങനെ നോക്കി ചോദിച്ചു, ദൈവമേ, ഞാൻ ഇത്രയും കുഴപ്പമുള്ള ഒരു മനുഷ്യനായി പോയല്ലോ. ഒരു പുതിയ മനുഷ്യനാകാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ചില ദിവസങ്ങൾ മദ്യപിക്കാതെയും പുകവലിക്കാതെയും തമ്പാക്ക് വയ്ക്കാതെയും ജീവിച്ചാലും പിന്നെയും മദ്യപിക്കുകയും പിന്നെ ആ പ്രവണതകൾ എന്നെ വേട്ടയാടുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. അന്ന് ഞാനിങ്ങനെ ചോദിച്ചു,
ഞാൻ ഇത്രയും കുഴപ്പക്കാരനായി പോയല്ലോ എന്ന് ദൈവത്തോട് ചോദിപ്പാനിടയാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ 1 ദിനവൃത്താന്ത പുസ്തകം 28-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ ദാവീദ് രാജാവ് ശലോമോനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. എൻ്റെ മകനെ ശലോമോനെ, നീ അപ്പൻ്റെ ദൈവത്തെ അറിയുക. യഹോവ സർവഹൃദയങ്ങളെയും പരിശോധിക്കുന്നു, നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നീ കണ്ടെത്തും. എനിക്ക് ഈശ്വര വിശ്വാസം ഉണ്ടായിരുന്നു, സത്യദൈവത്തെ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലം പെട്ടെന്ന് എൻ്റെ ജ്യേഷ്ഠൻ ഒരു ഹാർട്ടിൻ്റെ രോഗമുള്ള വ്യക്തിയായി മാറി. അങ്ങനെ 1995 ജോലി ലിസ്റ്റിൽ കിടക്കുന്ന സമയത്ത് തിരുവനന്തപുരം SCT ഹോസ്പിറ്റലിൽ ഒരു സർജറിക്ക് എൻ്റെ ജ്യേഷ്ഠൻ വിധേയനായി. അന്ന് ഏകദേശം 1 ലക്ഷം രൂപ ആ ഓപ്പറേഷന് ചെലവായി. ഓപ്പറേഷൻ മാത്രം 65,000 രൂപ അടച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞ് 10-ന് അന്ന് എൻ്റെ ജ്യേഷ്ഠൻ ഈ ലോകമിട്ട് കടന്നുപോയി. 32-ാമത്തെ വയസ്സിൽ ആണ് ആ സംഭവം. മരിച്ച് 1.5 മാസം കഴിഞ്ഞപ്പോൾ ജോലിക്ക് ഓർഡർ വരാനിടയാണ്. ആ സമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ജ്യേഷ്ഠൻ മരിക്കുന്ന സമയത്ത് അനുജൻ MBBS-ന് ഹൗസ് സർജൻസിക്ക് പഠിക്കുകയായിരുന്നു. ജ്യേഷ്ഠൻ മരിച്ച് 1.5 മാസം കഴിഞ്ഞതും അനുജൻ MBBS ഇറങ്ങി. അങ്ങനെ അവന് പ്രാക്ടീസിന് വേണ്ടി കോഴിക്കോട് കൂരാച്ചുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് കടന്നുപോയി. എന്നാൽ 1996 ജൂൺ മാസം 22-ാം തീയതി കോഴിക്കോട് ബാലുശ്ശേരി എന്ന സ്ഥലത്ത് ഒരു കണ്ണട വാങ്ങാൻ വന്നു. കുഴഞ്ഞു വീണു. ആശുപത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവനും മരിച്ചിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ജൂൺ 22-ാം തീയതി എൻ്റെ ജ്യേഷ്ഠ അനിയ മരിച്ചിട്ട് 29 വർഷമായി. ഈ കഴിഞ്ഞ മാസം 30-ാം തീയതി എൻ്റെ നേരെ ജ്യേഷ്ഠൻ മരിച്ചിട്ട് 30 വർഷമായി. അങ്ങനെ 32-ഉം 27-ഉം വയസ്സായ 2 പേർ 11 മാസങ്ങൾക്കിടയിൽ ഞങ്ങളുടെ വീട്ടിൽ നഷ്ടമായി. അന്നത്തെ ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് വീട്ടിലെ പ്രശ്നങ്ങൾ മാറേണ്ടതിന് മന്ത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പല നേർച്ചകൾ നേർന്നിട്ടുണ്ട്. 10 വർഷം ഞാൻ ശബരിമല പോയിട്ടുണ്ട്. ഈ ജ്യേഷ്ഠന്റെ ഓപ്പറേഷനുള്ള ബന്ധത്തിൽ മൃത്യുഞ്ജയ ഹോമം എന്ന് പറഞ്ഞൊരു ഹോമം വരെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ശരീരത്തിൽ തകിട് ജപിച്ച് കെട്ടിയിരുന്നു. ഇതിനൊന്നും ഒരു എൻ്റെ വ്യക്തിപരമായ സ്വഭാവത്തിൽ രൂപാന്തരം വരുത്തുവാനോ വീട്ടിലൊരു സ്വസ്ഥതയോ സമാധാനമോ പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. അങ്ങനെ പിന്നെ ഞങ്ങളുടെ വീടൊന്നും താമസിക്കാൻ കൊള്ളത്തില്ല, ഇതൊരു ശപിക്കപ്പെട്ട വീടാണ്, ദുരന്തം വിട്ടുമാറാത്ത വീടാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഭവനം ഇട്ടേച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോകാനിടയായി. ആ ദേശത്തിരിക്കുന്നതിൽ പഴയ വീടുകളിൽ വലിയ വീട് ഞങ്ങളുടെ വീടാണ്. 1 ഏക്കറിലധികം വരുന്ന പുരയിടത്തിയിരിക്കുന്ന വലിയ വീടാണ്. അതെല്ലാം ഞങ്ങൾ അവിടെ നിന്ന് ഇട്ടേച്ച് ആ സ്ഥലം വിട്ട് കടന്നു പോകാനിടയാണ്. ഒരു കാലം നിരവധി കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടു. നിരവധി പ്രാവശ്യം ജയിൽവാസം അനുഭവിച്ചു. നാടിനും വീടിനും നാട്ടുകാർക്കും സമൂഹത്തിനും പേടി സ്വപ്നമായ ഒരു ജീവിതം നയിച്ചു വന്നു. തൻ്റെ പാരമ്പര്യ പൈതൃക വിശ്വാസങ്ങളിൽ നിന്നും സമാധാനം ലഭിക്കാതെ ജീവിതം തുടർന്ന ഷൈജുകുമാറിന്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വന്നത് നിരവധി മുഖാന്തരങ്ങളിലൂടെയാണ്. 1996 ഓഗസ്റ്റ് 29-ാം തീയതി താൻ കേട്ട ഒരു സാക്ഷ്യാനുഭവത്തിൽ നിന്നും ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഷൈജുകുമാർ കഴിഞ്ഞ 30 വർഷമായി ക്രിസ്തുവിന്റെ സാക്ഷിയായി തൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് സുവിശേഷയാത്ര തുടരുകയാണ്. ആ യാത്രയിലാണ് സുവിശേഷം കേൾപ്പാനിടയാണ്. ആ സുവിശേഷം എന്നെ ചിന്തിപ്പിച്ചു. ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം
അതിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, പിരിവെഴുത്തുകളിൻ പ്രകാരം ജനിച്ച് ജീവിച്ച് പ്രവർത്തിച്ച് മരിച്ച് അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്നോടുകൂടെയുള്ള ശിഷ്യന്മാരടക്കം അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, നിങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. 96 ആഗസ്റ്റ് മാസം 16, 17 തീയതികളിലാണ് ഞാൻ ഈ സാക്ഷ്യം കേൾപ്പാനിടയായി. അന്ന് എനിക്ക് ഏകദേശം 29 വയസ്സുണ്ട്. 1996 എനിക്ക്, ഞാൻ 67 ജനിച്ചയാളാണ്. ഏകദേശം 29 വർഷമാകുന്നു ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അന്ന് അവിടെ കേട്ട 2 പേരുടെ അനുഭവ സാക്ഷ്യം എന്നെ ചിന്തിപ്പാനിടയായി. ഒരു മദ്യപാനി മദ്യപിച്ച് ലക്ക് കെട്ട് കാണിക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തി തുറന്ന് പറയാനിടയായി. എൻ്റെ ആ യൗവനകാലത്ത് നെയ്യാറ്റിൻകരയിൽപ്പെട്ട അരുമാനൂര്, പൊഴിയൂര് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നാട്ടുചാരായം കിട്ടുന്ന ഒരു കാലമായിരുന്നു. ആ സമയത്ത് അരുമാനൂർ എന്ന സ്ഥലത്ത് മുട്ടയാറെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിൻ്റെ കരയിൽ കുടിൽ വ്യവസായം പോലെ നാട്ടുചാരായം വാറ്റുമായിരുന്നു. അവിടെ ചെന്ന് ചൂട് ചാരായം ചിരട്ടയിൽ എടുത്ത് കുടിക്കത്തക്ക നിലവാരത്തിൽ എൻ്റെ ജീവിതം അസ്തമിച്ചുപോയി. ആ സമയം തന്നെ എൻ്റെ അമ്മ നെയ്യാറ്റിൻകര സെൽ ടാക്സിൽ ക്ലർക്കായി ജോലി ചെയ്യുന്നു. അനുജൻ MBBS തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. സാമാന്യം ബലമുള്ള വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ തന്നെ ഡോക്ടേഴ്സ് ഉണ്ട്, മറ്റു പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഒത്തിരി നിലവാരമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഞാൻ എല്ലാ നിലവാരത്തിലും അതമ്പതിച്ച് വീട്ടുകാരെയും തലകുനിപ്പിക്കുന്ന ഒരു നിലവാരത്തിലായി തീർന്നു. എന്നാൽ ഇവിടെ ചെന്ന് സാക്ഷ്യം കേട്ടപ്പോൾ ഒരു മദ്യപാനി മദ്യപിച്ചിട്ട് കാണിക്കുന്ന വികൃതികളും അവൻ ക്രിസ്തു അവന്റെ ഉള്ളിൽ വന്നപ്പോൾ, അവൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ആ മനുഷ്യന് ജീവിതത്തിൽ ഉണ്ടായ പരിവർത്തനം ഞാൻ കേൾക്കാനിടയായി. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ വിശുദ്ധ ബൈബിളിൽ പഠിപ്പിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായി തീർന്നു. സകലതും പുതുതാക്കി മാറ്റാൻ കഴിയുന്ന, ഏതു മനുഷ്യനെയും രൂപാന്തരം വരുത്താൻ കഴിയുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഞാനത് കേൾക്കാനിടയായി. അതിനുമുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അതിനൊന്നും ശ്രദ്ധ തിരിക്കാറില്ല. അതുപോലെ തന്നെ അക്രമ സ്വഭാവമുള്ള ഒരു മനുഷ്യൻ, പോലീസ് സ്റ്റേഷൻ, കോടതി, ചില സ്ഥലത്ത് ഇവിടെ യാത്ര ചെയ്യാൻ കഴിയാത്ത അനുഭവം, അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ സാക്ഷ്യവും ഞാൻ കേൾക്കാനിടയായി. ഇത് രണ്ടും എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചു. ഒരു മനുഷ്യന്റെ സ്വഭാവം വളരെ വലുതാണെന്നും അതിന് രൂപാന്തരം വരുത്താൻ ദൈവത്താൽ മാത്രമേ കഴിയൂ എന്ന് ഗ്രഹിച്ചു. ഞാനും യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാനിടയായി. റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിക്കുന്നു, വിശ്വാസം കേൾവിയാൽ സംഭവിക്കും. അങ്ങനെ ഞാൻ കേട്ടു. എൻ്റെ ഹൃദയവും യേശുവിൽ വിശ്വസിപ്പാനിടയായി. ഞാനൊരു പാപിയാണെന്ന് മനസ്സിലാക്കാനിടയായി. ആഴമായ കുറ്റബോധം എൻ്റെ ജീവിതത്തിലുള്ള യേശുവിനെ ഞാൻ ആത്മാർത്ഥതയോടുകൂടെ സ്വീകരിച്ചപ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ഒരു സമാധാനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനിടയാണ്. ജനം പറയാൻ തുടങ്ങി, 2 പേര് മരിച്ചു, 3-മതൊരാളിന് തലയ്ക്ക് സുഖമില്ല. ഞാനും ചിന്തിച്ചു, എനിക്കെന്തേ കുഴപ്പമുണ്ടോ? പഴയ ജീവിതമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. അന്ന് ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറയുവാനിടെ, യേശു ദൈവമാണെന്നും ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ, എൻ്റെ പാപഭാരം എന്നെ വിട്ടുപോയപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇനിയുള്ള കാലം ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചു. എന്നാൽ കർത്താവ്
എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. താമസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ദൈവം ഞങ്ങളെ മടക്കി കൊണ്ടുവന്നു. ഒരിക്കലും ഒരു മംഗളകാര്യം നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന വീട്ടിൽ വെച്ച് എൻ്റെ സഹോദരങ്ങളുടെ വിവാഹം കഴിയാൻ ദൈവം സഹായിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഏകദേശം 87 വയസ്സുണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കേണ്ട ബലം ഇന്നും കർത്താവ് കൊടുത്തിട്ടുണ്ട്. 7 മക്കളിൽ ഞാൻ രണ്ടാമനാണ്. മൂന്നാമത്തെ എൻ്റെ അനുജൻ നഷ്ടപ്പെട്ടു പോയി. 4ാമനായ അനുജൻ ഇന്ന് കേരള പോലീസിൽ ASI ആയിരിക്കുന്നു. ഒരു സഹോദരി ടീച്ചറായിരിക്കുന്നു. ഒരനിയത്തി ടീച്ചറായിരിക്കുന്നു. അവരുടെ ഹസ്ബൻഡ് ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. മറ്റ് 2 സഹോദരങ്ങൾ LLB പാസ്സാകാൻ ദൈവം സഹായിച്ചു. ഒരു സമാധാന അന്തരീക്ഷം ഞങ്ങൾക്ക് കിട്ടിയത്, എൻ്റെ കുടുംബത്തിന് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടായത് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷമാണ്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ കഴിയും, വിശുദ്ധ ബൈബിൾ അപ്പോസ്തല പ്രവൃത്തി 4:12 മറ്റ് ഒരുത്തനിലും രക്ഷയില്ല, ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യന്റെ രക്ഷയ്ക്കായി യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് ഞാൻ ഇന്ന് ഗ്രഹിച്ചു. ആ അനുഭവത്തിൽ കഴിഞ്ഞ 29 വർഷം കൊണ്ട് ജീവിപ്പാൻ ദൈവം എന്നെ സഹായിച്ചിരിക്കുന്നു. ഞാൻ വിവാഹിതനല്ല, കുടുംബ വീട്ടിൽ താമസിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ 2 അനുജന്മാരും 2 അനുജത്തിമാരുണ്ട്. അതിലൊരു അനുജനൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം കുടുംബസ്ഥരായി ഒരു സ്വസ്ഥതയോടും സമാധാനത്തോടും ആശ്വാസത്തോടും കൂടി ആയിരിക്കാൻ ദൈവം സഹായിച്ചിരിക്കുന്നു. പ്രത്യാശയില്ലാത്ത എൻ്റെ ജീവിതത്തിൽ പ്രത്യാശ ദൈവം നൽകാനിടയായി. അന്ന് തൊട്ടിന്ന് വരെയും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഒരു കർത്തൃ ശുശ്രൂഷകനായി സഭാ ചാർജിലല്ലാതെ പല സ്ഥലങ്ങളിലും കടന്നുപോയി. യേശു നല്ല ദൈവമെന്നും യേശു രക്ഷിക്കുന്ന ദൈവമെന്നും യേശു സമാധാനം തരുന്ന ദൈവമെന്നും സുവിശേഷം ജീവിപ്പാൻ ഇന്ന് ഈ പകൽക്കാലത്തോളവും ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നെനിക്ക് പ്രത്യാശയുണ്ട്, അന്നെനിക്ക് പ്രത്യാശയില്ല. അന്ന് ഞാൻ മുഖാന്തരം എൻ്റെ ഭവനത്തിൽ അവർ തലകുനിപ്പാനിടയായെങ്കിൽ ആ അനുഭവത്തിലൊക്കെ ആശ്വാസവും വിടുതലും തന്ന് എൻ്റെ കുടുംബം എന്നറിയപ്പെടുന്നത് ഒരു പാസ്റ്റർ ഭവനമായിട്ടാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച, എൻ്റെ കുടുംബത്തിൻ്റെ കണ്ണുനീരിനെ മാറ്റിയ ഈ കർത്താവ് ഈ കേൾക്കുന്ന ഏവരെയും അനുഗ്രഹിക്കുകയും രക്ഷിക്കുകയും വിടുവിക്കുകയും, തകർന്ന ജീവിതമാണെങ്കിൽ തകർന്ന കുടുംബമാണെങ്കിൽ അതിനെ കർത്താവ് പണിത് ക്രിസ്തുവിൻ്റെ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും വരുത്തുകയും കാത്ത്, എബ്രായ ലേഖനം 9:28 വാക്യം വായിക്കുമ്പോൾ, കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരും. ലോകത്ത് നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ സംഭവങ്ങളും കൂട്ടി യോജിപ്പിച്ച് പഠിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി മാനവരാശിയുടെ പാപം കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ മനുഷ്യനായി വന്ന് മാനവരാശിക്ക് വേണ്ടി ജീവൻ കൊടുത്ത് മരിച്ച് അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ആ മടങ്ങി വരവിൽ പ്രത്യാശയുള്ളവരായി തീരുവാൻ ഈ സാക്ഷ്യ മുഖാന്തരം അനേകരെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യത്തെ നിന്ന് വിരമിക്കുന്നു. കേട്ടേവരെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ. 2 സഹോദരന്മാരുടെ മരണം ഉൾപ്പെടെ നിരന്തരമായ ദുരന്താനുഭവങ്ങൾക്ക് നടുവിൽ മനോനില തെറ്റി ജീവിതം തകർന്ന നിലയിൽ നിന്നും ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നാൾ മുതൽ സമാധാനത്തോടെയുള്ള ജീവിതം നയിക്കുകയാണ് ഷൈജുകുമാർ. ഇന്ന് ക്രിസ്തുവിൽ പുതുസൃഷ്ടിയായി പുതിയ സമാധാനമുള്ള ജീവിതത്തോടുകൂടി അനേകർക്ക് ക്രിസ്തുവിൻ്റെ വെളിച്ചവും സ്നേഹവും പകർന്നു നൽകി സഞ്ചാര സുവിശേഷകനായി തൻ്റെ ജീവിതം തുടരുകയാണ് ഷൈജുകുമാർ. അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് പ്രത്യാശയും പ്രതീക്ഷയും പകർന്ന് ക്രിസ്തുവിലൂടെയുള്ള വിമോചനം പ്രസംഗിച്ച് ഷൈജുകുമാർ തൻ്റെ ജീവിതം തുടരുകയാണ്. നെയ്യാറ്റിങ്കര സ്വദേശി സഞ്ചാര സുവിശേഷകൻ ഷൈജു കുമാറിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവെച്ചുകൊണ്ട് മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.